ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം എന്തുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി കാണുമല്ലോ. 9ാമത്തെ എപ്പിസോഡാണ്. അപ്പം ഞാനെന്ന് പറഞ്ഞോട്ടെ, കഴിഞ്ഞ 8 എപ്പിസോഡുകൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങളെ വളരെ വിലപ്പെട്ട 8 മാർക്കുകളാണ് 8 ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് 9ാമത്തെ മാർക്കാണ്, 9ാമത്തെ വീഡിയോയാണ്. തീർച്ചയായിട്ടും ഇതും ആദ്യാവസാനം കാണുക. നിങ്ങളുടെ കമൻറ്റുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി, എത്രത്തോളം ഉപകാരപ്പെട്ടു, മാത്രമല്ല ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലോട്ട് സ്വാഗതം അരുളിക്കൊണ്ട് ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ പറഞ്ഞോട്ടെ, അവസാനം വരെ കാണുക മക്കളെ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണിത്. ആദ്യത്തെ കണക്ക് കണ്ടിട്ട് ഇതെനിക്കറിയാമല്ലോ എന്ന് കരുതി അങ്ങ് പോകരുത്. അവസാനം വരെ കാണണം മക്കളെ. എന്തെങ്കിലും ഒരു പുതിയ കാര്യം കിട്ടും. നമ്മുടെ ആദ്യ ചോദ്യത്തിലോട്ട് കിടക്കുന്നു. 2 സംഖ്യകളുടെ തുക 19, അതേ സംഖ്യകളുടെ വ്യത്യാസം 5 ആയാൽ സംഖ്യകൾ ഏതെല്ലാം? ഒന്നുകൂടെ പറയാം. 2 സംഖ്യകളുടെ തുക 19, അതേ സംഖ്യകളുടെ വ്യത്യാസം 5 ആയാൽ സംഖ്യകൾ ഏതെല്ലാം? സാധാരണഗതിയിൽ ഇത് കുറേയധികം ആൾക്കാർ ചെയ്യും. 2 സംഖ്യകളുടെ തുക എന്ന് കേട്ടാൽ സംഖ്യകളെ എ എന്നും ബി എന്നും വിളിക്കും, അല്ലെങ്കിൽ എക്സ് എന്നും വൈ എന്നും വിളിക്കും. അപ്പോൾ തുകയെന്ന് പറയുമ്പം എ പ്ലസ് ബി 19. ഓക്കെ. അതേപോലെ വ്യത്യാസം എന്ന് പറയുമ്പം എ മൈനസ് ബി ഈക്വൽ ടു 5. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 19, എ മൈനസ് ബി ഈക്വൽ ടു 5 എന്നെടുക്കും. എന്നിട്ട് വലിയ സമവാക്യത്തിൽ നിന്നും ചെറിയ സമവാക്യം കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുമ്പം ഒരു ചരത്തിൻ്റെ വില കിട്ടും. ഒന്നുകിൽ എയുടെ വില കിട്ടും, അല്ലെങ്കിൽ ബിയുടെ വില കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു ചരത്തിൻ്റെ, ഒരു വേരിയബിളിൻ്റെ വില കണ്ടുപിടിച്ച് ആ വില കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ ഇട്ടുകൊടുത്ത് അങ്ങനെയാണ് രണ്ടാമത്തെ വേരിയബിൾ വില കണ്ടുപിടിക്കാറ്. നോർമലി അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, വളരെ വേഗത്തിൽ ചെയ്യും. ഇത് വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടുള്ള ഗുണം ഇനി അങ്ങോട്ട് പറയുന്ന ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മക്കളെ. ഇത് നിരവധി തവണ PSC ചോദിച്ച് മടുത്തൊരു ചോദ്യമാണ്. ചോദ്യം നേരിട്ട് ഇങ്ങനെയല്ല ചോദിക്കുന്നത്, ഇത് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കും. നമ്മുടെ കുറേയധികം നിത്യജീവനവുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ ചെയ്യണം എന്ന് പറയാം. അതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 സംഖ്യകളുടെ തുക തന്നിരിക്കുന്ന മക്കളെ. 2 സംഖ്യകളുടെ തുക 19, അതേ 2 സംഖ്യകളുടെ വ്യത്യാസം 5. അതേ 2 സംഖ്യകളുടെ വ്യത്യാസം 5 എങ്കിൽ സംഖ്യകൾ ഏതെല്ലാം എന്നാണ് കണ്ടെത്തേണ്ടത്. ഒന്നുമില്ല, 2 സംഖ്യകളുടെ തുകയും അറിയാം, അതേ 2 സംഖ്യകളുടെ വ്യത്യാസവും അറിയാമെങ്കിൽ, 2 സംഖ്യകളുടെ തുകയും അറിയാം, അതേ 2 സംഖ്യകളുടെ വ്യത്യാസവും അറിയാമെങ്കിൽ സംഖ്യകളെ കണ്ടെത്താൻ തുകയും വ്യത്യാസവും കൂടി കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ വലിയ സംഖ്യ കിട്ടും. അതേപോലെ തുകയും വ്യത്യാസവും തമ്മിൽ കുറച്ച് അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ ചെറിയ സംഖ്യ കിട്ടും. ഒന്നുകൂടെ പറയാം. 2 സംഖ്യകളുടെ തുകയും അറിയാം, അതേ 2 സംഖ്യകളുടെ വ്യത്യാസവും അറിയാമെങ്കിൽ മക്കളെ സംഖ്യകളെ കണ്ടെത്താൻ തുകയും വ്യത്യാസവും തമ്മിൽ കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക. പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കുക, വലിയ സംഖ്യ കിട്ടും. തുകയും വ്യത്യാസവും തമ്മിൽ കുറയ്ക്കുക, അതിൻ്റെ പകുതി എടുക്കുക. പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കുക, ചെറിയ സംഖ്യ കിട്ടും. അപ്പം 19 5 കൂടെ കൂട്ടിയാൽ മക്കളെ 24. 24ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 12. വലിയ സംഖ്യ 12. ശരിയാണോ? വലിയ സംഖ്യ 12. 19 5 കുറച്ചാൽ മക്കളെ 14. 14ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 7. ചെറിയ സംഖ്യ 7. ശരിയാണോ നോക്കാം. വലിയ സംഖ്യ 12, ചെറിയ സംഖ്യ 7. 12 7 കൂട്ടി നോക്കി 19 വരുന്നുണ്ട്. 12 7 കുറച്ച് നോക്കി 5 കിട്ടുന്നുണ്ട്. ശരിയാ, 12 7 നമ്മൾ തിരക്കി ഇറങ്ങിയ 2 സംഖ്യകൾ 12 7. ക്ലിയർ അല്ലേ? പറഞ്ഞത് മനസ്സിലായോ? ഒന്നുമില്ല. സംഖ്യകളുടെ തുകയും അറിയാം, സംഖ്യകളുടെ വ്യത്യാസവും അറിയാമെങ്കിൽ സംഖ്യകളെ കണ്ടുപിടിക്കാൻ തുകയും വ്യത്യാസത്തോടെ കൂട്ടുക, പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കുക, വലുത് കിട്ടും. തുകയും വ്യത്യാസത്തോടെ കുറയ്ക്കുക, 2 കൊണ്ട് ഹരിക്കുക, ചെറുത് കിട്ടും. ശരിതാ. അങ്ങനെയെങ്കിൽ ചോദ്യം നോക്കിയ മക്കളെ. 2 സംഖ്യകളുടെ തുക 26, അതേ 2 സംഖ്യകളുടെ വ്യത്യാസം 180. കേട്ടോ, അതേ 2 സംഖ്യകളുടെ വ്യത്യാസം 8. അതേ 2 സംഖ്യകളുടെ വ്യത്യാസം 8 ആയാൽ സംഖ്യകൾ ഏതെല്ലാം? 2 സംഖ്യകളുടെ തുക 26, വ്യത്യാസം 8 എങ്കിൽ സംഖ്യകളെ കണ്ടുപിടിക്കണം. ഒന്നുമില്ല, തുക 26 അറിയാം, വ്യത്യാസം 8 അറിയാം. തുക 26, വ്യത്യാസം 8. നമ്മൾ പറഞ്ഞെന്തുവാ? തുകയും വ്യത്യാസത്തോടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ വലുത്, തുകയും വ്യത്യാസത്തോടെ കുറച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ ചെറുത്. 26 8 കൂടെ കൂട്ടിയാൽ 34. 34ൻ്റെ പകുതി 17, വലുത് കിട്ടി.
26 8 കുറച്ചാൽ 18, 18ൻ്റെ പകുതി 9, ചെറുത് കിട്ടി. കഴിഞ്ഞ് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഉത്തരം കിട്ടിക്കഴിഞ്ഞ്. നോക്ക് മക്കളെ, 17 വലിയ സംഖ്യ 17, ചെറിയ സംഖ്യ 9. അപ്പോൾ പറ 17 9 കൂട്ടിയാൽ എത്ര? കൂട്ടി നോക്കാം. 17 9 കൂട്ടിയ മക്കളെ 26. 17 9 കുറച്ച് നോക്ക്. 17 9 കുറച്ചാൽ 8 കിട്ടും. അപ്പം തുക 26 കിട്ടുന്നുണ്ട്, വ്യത്യാസം 8 കിട്ടുന്നുണ്ട്. വലിയ സംഖ്യ 17, ചെറിയ സംഖ്യ 9 പറഞ്ഞിട്ട് മനസ്സിലായോ? ക്ലിയർ അല്ലേ? വ്യക്തമായി കാണും എന്ന് കരുതട്ടെ. ശരി, ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. ദാ ഇവിടെ കാണൂ മക്കളെ, കൂടുതൽ എന്നൊരു വാക്കോ അതേപോലെ കുറവ് എന്നൊരു വാക്കോ നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വ്യത്യാസം എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? വ്യത്യാസം എന്നാണ്. ദാ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കണം. എന്തുവാ? എടാ നമ്മൾ കണക്കിൽ എന്നല്ല, നിങ്ങൾ എവിടെ കേട്ടാലും ഇതിൻ്റെ അർത്ഥം ഇതാണ്. ഞാൻ കണക്ക് എന്നൊരു വിഷയത്തെ സംബന്ധിച്ചല്ല പറയുന്നത്, ഇത് എവിടെ ആണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ മാസം വന്ന കറണ്ട് ബില്ലിനേക്കാൾ 100 രൂപ കൂടുതലാണ് ഈ മാസം വന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബില്ല് 100 ആണെന്നോ ഈ ബില്ല് 100 ആണെന്നോ അല്ല, അത് തമ്മിലുള്ള വ്യത്യാസം 100 ആണെന്നാ അല്ലേ? അതേപോലെ അവിടുന്ന് വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി കുറവാണ് ഇവിടുന്ന് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും വാങ്ങിയത് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പറയുന്നത് അല്ലേ? അവിടുന്ന് നമ്മൾക്ക് അവിടുന്ന് വാങ്ങിയ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് വാങ്ങിയ വസ്തുക്കളേക്കാൾ കുറവാണ് ഇവിടെ 100 രൂപയ്ക്ക് വാങ്ങിയ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെയും വ്യത്യാസം എന്നർത്ഥം. ശരിയാണോ? എന്നേക്കാൾ 5 സെൻറ്റിമീറ്റർ നീളം കൂടുതലാണ് എക്സിന് എന്ന് ഞാൻ പറയുക. എൻ്റെ പൊക്കത്തിനേക്കാൾ 5 സെൻറ്റിമീറ്റർ നീളം കൂടുതലാണ് എക്സ് എന്ന വ്യക്തിക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ അയാൾക്ക് 5 സെൻറ്റിമീറ്റർ ഉണ്ടെന്നും എനിക്ക് 5 സെൻറ്റിമീറ്റർ ഉള്ളതെന്ന് ആണോ? അല്ല. എന്നേക്കാൾ 5 സെൻറ്റിമീറ്റർ നീളം കൂടുതലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 5 സെൻറ്റിമീറ്ററിനാണ്. ശരിയല്ലേ? അതേപോലെ അയാളേക്കാൾ 5 സെൻറ്റിമീറ്റർ കുറവാണ് എനിക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്ക് 5 സെൻറ്റിമീറ്റർ നീളം ഉണ്ടെന്നാണോ? അല്ല. അയാൾക്ക് 5 സെൻറ്റിമീറ്ററേ നീളമുള്ളൂ എന്നാണോ? അല്ല. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 5 സെൻറ്റിമീറ്റർ എന്നാണ് അല്ലേ? മക്കളെ, നിങ്ങൾ മനസ്സിലാക്ക്, കൂടുതലെന്നോ കുറവെന്നോ 2 വാക്ക് എവിടെ കേട്ടാലും അതിൻ്റെ അർത്ഥം എന്തുവാ? വ്യത്യാസം എന്നാ. കൂടുതലെന്നോ കുറവെന്നോ 2 വാക്ക് എവിടെ കേട്ടാലും അതിൻ്റെ അർത്ഥം എന്തുവാ? പറ. വ്യത്യാസം എന്നാ. ഇത് പറഞ്ഞിട്ട് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ചോദ്യം നോക്കിയേ. PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു കുപ്പി വെള്ളത്തിൻ്റെ വില 25 രൂപയാണ്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിൻ്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തേക്കാൾ 17 രൂപ കുറവാണ് കുപ്പിക്ക് എങ്കിൽ കുപ്പിയുടെ വില എത്ര? നല്ല ചോദ്യമാണ്. ഒരു കുപ്പി വെള്ളത്തിൻ്റെ വില 25 രൂപ. ഓക്കെ, ഒരു കുപ്പി വെള്ളത്തിൻ്റെ വില 25 രൂപ. അതിൽ മക്കളെ കുപ്പിയുടെയും വെള്ളത്തിൻ്റെയും വില ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കുപ്പിയുടെ വില എന്തോ ഒന്നാണ്, ഏതോ ഒരു സംഖ്യയാണ്. വെള്ളത്തിൻ്റെ വില വേറെ ഏതോ ഒരു സംഖ്യയാണ്. അപ്പോൾ ഈ 2 സംഖ്യകളുടെയും കൂടെ തുകയല്ലേ മക്കളെ 25? കുപ്പിയുടെ വില ഒന്ന്, വെള്ളത്തിൻ്റെ വില മറ്റൊന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 25 കിട്ടുമെന്നല്ലേ പറയുന്നത്? ആണ്. അപ്പോൾ മനസ്സിലായി, 2 സംഖ്യകളുടെ തുക 25. 2 സംഖ്യകളുടെ തുക 25. കാര്യം ഒരു കുപ്പി വെള്ളത്തിൻ്റെ വില 25, അതിൽ കുപ്പിയുടെയും വിലയുണ്ട് വെള്ളത്തിൻ്റെയും വിലയുണ്ട് എന്ന് പറഞ്ഞാൽ 2 സംഖ്യകളുടെ തുക മക്കളെ 25. 2 സംഖ്യകളുടെ തുക 25. ഇനി വെള്ളത്തേക്കാൾ 17 രൂപ കുറവാണ് കുപ്പിക്ക്. കൂടുതലെന്നോ കുറവെന്നോ 2 വാക്ക് എവിടെ വന്നാലും ഞാൻ പറഞ്ഞത് എന്തുവാ? അതിൻ്റെ അർത്ഥം വ്യത്യാസം എന്നാ. എന്ന് പറഞ്ഞാൽ മനസ്സിലായി, കുപ്പിയുടെ വിലയും വെള്ളത്തിൻ്റെ വിലയും തമ്മിലുള്ള വ്യത്യാസം 17 രൂപ. കണ്ടോ മക്കളെ? ആ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 17 എന്ന്. ആ 2 സംഖ്യകളുടെ തുക 25. കണ്ടോ? കുപ്പിക്കും വെള്ളത്തിനോട് 25 എന്ന് പറഞ്ഞാൽ 2 സംഖ്യകൾ കൂട്ടിയാൽ 25. അതേ 2 സംഖ്യകൾ പരസ്പരം കുറച്ചാൽ മക്കളെ 17. കണ്ടോ? അവരിങ്ങനെ ആയിരിക്കും പറയുന്നത്. എങ്കിൽ നമുക്ക് വേണ്ടത് കുപ്പിയുടെ വിലയാണ്. കുപ്പി എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ ആയിരിക്കുമോ ചെറിയ സംഖ്യ ആയിരിക്കുമോ? മക്കളെ, ഉറപ്പായിട്ടും ചെറിയ സംഖ്യ ആയിരിക്കും. കാര്യം എന്താ? വെള്ളത്തേക്കാൾ 17 രൂപ കുറവാണ് കുപ്പിക്ക്. കണ്ടോ? കുപ്പിയുടെ വില ചെറുതാ. അപ്പം ചെറിയ സംഖ്യ കണ്ടെത്തുക എന്നതല്ലേ ചോദ്യം? അതെ. അപ്പം ചോദ്യം നമുക്ക് ഇങ്ങനെ വായിക്കാം. 2 സംഖ്യകളുടെ തുക 25, അതേ 2 സംഖ്യകളുടെ വ്യത്യാസം 17. എങ്കിൽ ചെറിയ സംഖ്യ എത്ര? ചെറിയ സംഖ്യ, കുപ്പിയുടെ വില എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ ആയിരിക്കും. ചെറിയ സംഖ്യ കണ്ടെത്തണം. എന്തോ മാർഗം? നമ്മൾ പഠിച്ച 2 സംഖ്യകളുടെ തുകയും അതേ 2 സംഖ്യകളുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ തുകയും വ്യത്യാസത്തോടെ കുറച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മക്കളെ അതായിരിക്കും ചെറിയ സംഖ്യ. 25 17 കുറയ്ക്കും. 17 കുറയ്ക്കുമ്പോൾ 8 എന്ന് വരും. 8ൻ്റെ പകുതി 4,
4 രൂപയാണ് മക്കളെ കുപ്പിയുടെ വില. എടാ 25 രൂപയിൽ 4 രൂപ കുപ്പിയുടെ വിലയാ, ബാക്കി 21 രൂപയാണ് വെള്ളത്തിൻ്റെ വില അല്ലേ? ഇനി വെള്ളത്തിൻ്റെ വില കണ്ടുപിടിക്കണമായിരുന്നെങ്കിലോ, അതായത് വലിയ സംഖ്യ കണ്ടുപിടിക്കണമായിരുന്നെങ്കിലോ, തുക 25 വ്യത്യാസം 17 തമ്മിൽ കൂട്ടും, അതിനെ 2 കൊണ്ട് ഹരിക്കും. ശരിയാണോ? 5ഉം 7ഉം 12 2 ശിഷ്ടം 1 2 3 4 42 42/2 അപ്പോഴും കിട്ടും 21 ശരിയാണോ? അപ്പോഴും കിട്ടും മക്കളെ 21 എന്ന്. മനസ്സിലായോ? നമുക്ക് വേണ്ടത് ദാ കുപ്പിയുടെ വിലയാ, 4 ശരി ഉത്തരം. ക്ലിയർ അല്ലേ? ദാ നോക്ക്, ഒരച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ തുക 96. മകൻ്റെ വയസ്സിനേക്കാൾ 30 വയസ്സ് കൂടുതലാണ് അച്ഛന്. മകൻ്റെ വയസ്സിനേക്കാൾ 30 വയസ്സ് കൂടുതലാണ് അച്ഛന്. നോക്ക് മക്കളെ, ഒരച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ തുക 96 എന്ന് പറഞ്ഞാൽ എന്തുവാ? 2 സംഖ്യകളുടെ തുക 96. 2 സംഖ്യകളുടെ തുക 96. ഓക്കെ ആണേ? ഇനി മകൻ്റെ വയസ്സിനേക്കാൾ 30 വയസ്സ് കൂടുതലാണ് അച്ഛന്. കൂടുതൽ എന്ന വാക്ക് വന്നാൽ എന്താണ് മക്കളെ അർത്ഥം? വ്യത്യാസമെന്ന്. അതായത് എടാ 2 സംഖ്യകളുടെ തുക 96, അതേ 2 സംഖ്യകളുടെ വ്യത്യാസം 30. കണ്ടോ? 2 സംഖ്യകളുടെ തുക 96, അതേ 2 സംഖ്യകളുടെ വ്യത്യാസം 30 എങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും നമുക്ക് പറയാം അച്ഛനായിരിക്കും മുതിർന്നത് അല്ലേ? അച്ഛനായിരിക്കും മൂത്തത്. അതുകൊണ്ട് അച്ഛൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ ആയിരിക്കും. വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യേണ്ടത് മക്കളെ? വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ തുകയും വ്യത്യാസവും തമ്മിൽ കൂട്ടും, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കും. ഇതാണ് അച്ഛൻ്റെ വയസ്സ് എങ്കിൽ 6 9 3 12 126 126/2 വരും. 63. ഇതാണ് അച്ഛൻ്റെ വയസ്സ്. മകൻ്റെ വയസ്സ് ആരെന്ന് ചോദിയെങ്കിലോ? ചെറിയ സംഖ്യ. ചെറിയ സംഖ്യ എങ്ങനെ കണ്ടെത്തും മക്കളെ? തുകയും വ്യത്യാസവും തമ്മിൽ കുറയ്ക്കും, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കും. കുറയ്ക്കുമ്പോൾ 6 6 2 ÷ 33 വരും മക്കളെ. 33 ശരി ഉത്തരം. മകൻ്റെ വയസ്സ് 33 അച്ഛൻ്റെ വയസ്സ് 63 നമുക്ക് വേണ്ടത് അച്ഛൻ്റെ വയസ്സ് 63. കഴിഞ്ഞു. എളുപ്പമല്ലേ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ആണെന്ന് കരുതട്ടെ. അടുത്തൊരു ചോദ്യം നോക്കിയാൽ മക്കളെ, 2 സംഖ്യകളുടെ തുക 23, ഗുണനഫലം 126 ആയാൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? നല്ല ചോദ്യമാ. 2 സംഖ്യകളുടെ തുക 23, അതേ സംഖ്യകളുടെ ഗുണനഫലം 126 ആയാൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? വ്യുൽക്രമം മീൻസ് റെസിപ്രോക്കൽ. വ്യുൽക്രമം മീൻസ് റെസിപ്രോക്കലിൻ്റെ സം എത്ര? ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. 2 സംഖ്യകളുടെ തുക അറിയാം, അതേ 2 സംഖ്യകളുടെ ഗുണനഫലവും അറിയാം. തുക എത്ര മക്കളെ? തുക എന്ന് പറയുന്നത് 23. ഗുണനഫലം, അതേ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 126 എങ്കിൽ ആ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുകയാണ് ചോദിക്കുന്നത്. മക്കളെ ഇങ്ങനൊരു ചോദ്യം വരും, ചോദിക്കും. ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് വ്യുൽക്രമങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ. മക്കളെ വ്യുൽക്രമങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, തുക ബൈ ഗുണനഫലം അങ്ങ് ചെയ്താൽ മാത്രം മതി. എടാ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? തുക ബൈ ഗുണനഫലം ഇതങ്ങ് ചെയ്ത് വെച്ചാൽ മതി. ഇതായിരിക്കും ഉത്തരം. തുക ബൈ ഗുണനഫലം അങ്ങ് ചെയ്ത് വെച്ചാൽ മതി മക്കളെ. ഇതായിരിക്കും ഉത്തരം. എങ്കിൽ തുക എത്ര? 23 ബൈ ഗുണനഫലം എത്ര? 126. ഇതാ ഉത്തരം. ഇത് തന്നെ ഉത്തരം. 2 സംഖ്യകളുടെ തുകയും അതേ 2 സംഖ്യകളുടെ ഗുണനഫലവും തന്നിട്ട് ആ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക ചോദിച്ചാൽ ആ തന്നിരിക്കുന്ന തുക ഡിവൈഡ് ബൈ തന്നിരിക്കുന്ന ഗുണനഫലം. ഇതാണ് ഉത്തരം. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 2 സംഖ്യകളെ ഞാൻ തൽക്കാലം എ എന്നും ബി എന്നും വിളിക്കുമോ മക്കളെ? എ എന്നും ബി എന്നും. അപ്പോൾ 2 സംഖ്യകളുടെ കാര്യമാണ് പറയുന്നത്. ഈ സംഖ്യകളെ ഞാൻ എ എന്നും ബി എന്നും വിളിച്ചേ. ഇനി അവരുടെ തുകയെ ഞാൻ എങ്ങനെ വിളിക്കാം? എ പ്ലസ് ബി എന്ന് വിളിക്കാം. തുക മക്കളെ 23, എ പ്ലസ് ബി 23. ഗുണനഫലം 126, അതായത് എ ബി 126, എ ബി 126 ആയാൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുകയാണ് വേണ്ടത്. സംഖ്യകളുടെ, അതായത് എയുടെയും ബിയുടെയും വ്യുൽക്രമങ്ങൾ. നമുക്കറിയാം എയുടെ താഴെ ഒന്നുണ്ട്, ബിയുടെ താഴെ ഒന്നുണ്ട്. അവരെ തിരിച്ചെഴുതിയാണ് വ്യുൽക്രമം എന്ന് വിളിക്കുന്നത്, റെസിപ്രോക്കൽ എന്ന് വിളിക്കുന്നത്. ശരിയാണോ? അപ്പം 1/a 1/b വ്യുൽക്രമമായി. അവരുടെ തുകയാണ് വേണ്ടത് 1/a + 1/b. നമുക്കറിയാം ഇവരെ കൂട്ടുന്നത് എങ്ങനെ? 2 വ്യത്യസ്ത ഡിനോമിനേറ്റർ ആണെങ്കിൽ കൂട്ടുന്നത് എങ്ങനെ? നമ്മൾ ആദ്യം ഇവരെ ചേരങ്ങളെ ഗുണിച്ച് ചേരമാക്കി അങ്ങ് എഴുതും. a × b ab മുകളിൽ വരച്ച് ഇങ്ങനെ ഗുണിക്കും. ഒരു ബി നടുകര ചിഹ്നം പ്ലസ് ഇങ്ങനെ ഗുണിക്കും. ഒരു എ
ബി പ്ലസ് എ എന്ന് പറഞ്ഞ മക്കളെ നമുക്ക് എന്ത് പറയാം? ബി പ്ലസ് എയെ തിരിച്ച് എ പ്ലസ് ബി എന്നും പറയാം, എ പ്ലസ് ബി എന്നും പറയാം. ശരിയാണോ? ബി പ്ലസ് എ മീൻസ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ ബി അല്ലേ? അപ്പോൾ എ പ്ലസ് ബി ബൈ എ ബി എന്ന് വരും. എടാ എ പ്ലസ് ബിയുടെ വില 23 ഡിവൈഡഡ് ബൈ എ ബിയുടെ വില 126 തന്നിട്ടുണ്ട്. കണ്ടോ? ഇതാണടാ അവയുടെ വിൽക്രമങ്ങളുടെ തുക. ഇതാണ് അവരുടെ വിൽക്രമങ്ങളുടെ തുക 23 ബൈ 126. കണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, രണ്ട് സംഖ്യകളുടെ തുകയും അതേ രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും തന്നാൽ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക പറയാൻ പറയുമ്പം നിങ്ങൾ ആ തന്നിരിക്കുന്ന തുക ബൈ ഗുണനഫലം എഴുതി വെച്ചാൽ മതി. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ദാ നമുക്ക് അടുത്ത ചോദ്യം പരിചയപ്പെടാം. നോക്ക്, രണ്ട് സംഖ്യകളുടെ തുക 27, ഗുണനഫലം 180 ആയാൽ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക എത്ര? കണ്ണോടച്ചെഴുതും. തുക 27 ബൈ ഗുണനഫലം 180. കഴിഞ്ഞ് വെട്ടാൻ പറ്റുമെങ്കിൽ ഒന്ന് വെട്ടി എഴുതാം. വെട്ടാൻ പറ്റും, 9 കൊണ്ട് വെട്ടാം. 18നകത്ത് 9 2 തവണ 20 എന്ന് വരും. 27നകത്ത് 9 3 തവണ. ഓക്കെ, ഇനി വെട്ടാനൊന്നുമില്ല. 3 ബൈ 20 എങ്കിൽ ആ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക മക്കളെ 3 ബൈ 20. മനസ്സിലായോ? സിമ്പിളല്ലേ? ക്ലിയർ ആണെന്ന് കരുതിക്കൊണ്ട് ദാ ഇന്നത്തെ ഒരു കുഞ്ഞു ക്ലാസ് ദാ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത പാർട്ടിൽ കണ്ടുമുട്ടാം. എല്ലാ പാർട്ടുകളും കാണുക, എല്ലാ പാർട്ടുകളുടെയും നോട്ടുകൾ എഴുതി തയ്യാറാക്കി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.